അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ഈ ഒരു സദസ്സ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമദാനിലെ 3-ാമത്തെ വെള്ളിയാഴ്ച. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതുവരെ കഴിഞ്ഞുപോയ റമദാനിലെ മുഴുവൻ സൽക്കർമ്മങ്ങളും പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള ദിവസങ്ങൾ ഇതുവരെ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാളും മികച്ച രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഓരോരുത്തർക്കും അറിയാലോ അല്ലെ. ഇത് 2-ാമത്തെ പത്തിന്റെ അവസാനമായി. 3-ാമത്തെ പത്തെന്ന് പറയുമ്പോൾ അതിമഹത്തായ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും അതിന്റെ രാത്രികൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഭംഗിയിൽ, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും മികച്ച രീതിയിൽ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ നല്ല ഖുശൂഅോടുകൂടി, നല്ല തഖ്വയോടുകൂടി, നല്ല ഇഹ്സാനോടുകൂടി ഇബാദത്തുകൾ ഓരോന്നും ചെയ്യാൻ, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, ധാരാളമായി ഖുർആൻ ഓതി രാത്രി നിന്ന് നമസ്കരിക്കാൻ എല്ലാമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ തദബ്ബുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് എല്ലാവർക്കും അങ്ങേയറ്റം സുപരിചിതമായ, അല്ലെ, ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും പലപ്പോഴും മനഃപ്പാടമുള്ള സൂറത്താണ് അല്ലെ. സൂറത്തല്ല, സോറി, ആയത്ത്. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമ്മൾ ഈ ആയത്തിന്റെ വിശദമായ ക്ലാസ്സുകൾ ആയിഷ ടീച്ചറിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടതാണ് അല്ലെ. വളരെ വിശദമായ രീതിയിൽ കേട്ടുപോയതാണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതുമാണ് ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ അല്ലെ. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഞാന് ഈ തദബ്ബുർ, പിന്നെ നമ്മൾ പഠിച്ച ആയത്തുകൾ തദബ്ബുർ ചെയ്യാൻ ഈ റമദാനിലെ ദിവസങ്ങൾ വന്നപ്പോ എന്റെ മനസ്സിൽ വന്ന ആയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. നമ്മളത് സംസാരിച്ച് ചർച്ച ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ ഏതായത്ത് പറയണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഒരുപാട് ആയത്തുകൾ കടന്നു വന്നു. ഓരോന്നും ചിന്തിക്കുമ്പോൾ ഓരോന്നും പറയേണ്ടത് തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാനിങ്ങനെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മളെപ്പോഴും ആയത്തുൽ കുർസി പാരായണം ചെയ്യല്ലോ. അപ്പോ ഇങ്ങനെ കിടക്കുമ്പോ കുറച്ച് സമയം നമ്മൾ അള്ളാഹിനെ കുറിച്ചൊന്ന് ഇങ്ങനെ ചിന്തിച്ച്, അല്ലെ, അള്ളാഹിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ്, അങ്ങനെ കാണല്ലോ നമ്മള് കിടക്കുമ്പോ എല്ലാ ദിക്റുകളും ചൊല്ലി, അല്ലെ, ആരോ സുന്നത്തായ വുളൂ ചെയ്ത് വന്ന് കിടന്ന്. അപ്പൊ അങ്ങനെ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുമ്പോ ഞാൻ വിചാരിച്ച്, ഈ ആയത്തുൽ കുർസി അല്ലേ പറയേണ്ടത്? ഖുർആനിലെ, പരിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു ആയത്ത് ഇത് പറഞ്ഞാലോ?
ശരിക്കും ഓരോ തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ഓർമ്മിക്കും, അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോകും. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ആയത്ത് എല്ലാരും എപ്പോഴും ഓതുന്നുണ്ടാവുമല്ലോ, എല്ലാ ദിവസവും ഓതുന്നുണ്ടാവും. അത് എത്രത്തോളം ആ ഒരു മഹത്വം കൊടുത്തുകൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നുണ്ടാകും ഇതൊന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ഈ ഒരു റമളാനില് ഓരോ സമയത്തും നമ്മളിത് പാരായണം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി സെലക്ട് ചെയ്തത്. ശരിക്കും സഹാബാക്കള് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോ അവർക്കറിയില്ല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന്. പക്ഷെ അവര് പറഞ്ഞു അല്ലെ. കാരണം എന്താ? അവർ ആ ഒരു ആയത്ത് അവർ അത്രയും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അത് അറിയിച്ചു തന്നത് കൊണ്ട്, നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ശരിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 8 സന്ദർഭങ്ങളിൽ നമുക്ക് പാരായണം ചെയ്യാനുണ്ട് അല്ലെ. ഏറ്റവും കുറഞ്ഞതാ പറയാം. അല്ലാതെ നമുക്ക് തോന്നുന്നതിന് ഒരു വിരോധവും ഇല്ല. അതായത് എല്ലാ ഫർള് നമസ്കാരങ്ങളുടെ പിറകെയായിട്ട് അല്ലെ, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിന് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്, നമുക്കറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ആർക്കും അറിയാത്തതായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമുക്ക് എന്തായാലും ആയത്തൊന്ന് ഓതാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇപ്പം നമ്മള് പറഞ്ഞു വന്ന കാര്യം എന്താ? എല്ലാ ദിവസവും 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടാറുണ്ടോ? ഓർമ്മയോടെ ശ്രദ്ധയോടെ പാരായണം ചെയ്യാറുണ്ടോ? ആ ആയത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഈ ആയത്തിന് ഇത്രയും മഹത്വം വരാൻ കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് അല്ലെ. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൂടിയാണ് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹു തആല അറിയിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആയത്ത് ഇത്രയും മഹത്വമേറിയ ആയത്തായത് അല്ലെ. ശരിക്കും ചിന്തിച്ചു നോക്ക്, ഖുർആനിൽ എത്ര അധ്യായങ്ങളുണ്ട് അല്ലെ. 114 അധ്യായങ്ങളില് 6000-ലധികം ആയത്തുകളുള്ള ഈ പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹൃദയസ്പർശിയായ അല്ലെ, വലിപ്പം കൂടിയ ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ, ഒരു പേജോളം വലിപ്പമുള്ള ആയത്ത്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ആയത്ത് അതിശ്രേഷ്ഠമായ ഒരു ആയത്തായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അതിനത്രയും പ്രാധാന്യ മഹത്വം ഉണ്ടെങ്കിൽ, അതെന്തുകൊണ്ട് നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല? പലപ്പോഴും ഞാൻ എന്റെ കാര്യം തന്നെ പറയാം, ഞാൻ നിങ്ങളൊന്നും ആരും കുറ്റപ്പെടുത്തുന്നില്ല.
കുറച്ചു മുമ്പ് വരെ ആയത്തുൽ കുർസി എപ്പോഴും ഓതും. രാത്രി ഉറങ്ങുന്ന നേരത്തും രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളിലും എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു ഓർമ്മയോടെ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു യാന്ത്രികമായ ഒരു പാരായണമായി പോകുന്നുണ്ടോ എന്ന്. അല്ലേ? ശരിക്കും പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ച കുറെ ഇബാദത്തുകളുണ്ട്. അതായത് അൽഹംദുലില്ലാ, നമ്മൾ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹത്താൽ മുസ്ലിമായ മാതാപിതാക്കൾക്ക് മുസ്ലിമായി നമ്മൾ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളർന്ന് ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് ആ രീതിയിൽ മുന്നോട്ട് വന്നവരാണല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ കുറെ ശീലങ്ങൾ ഉണ്ടാകും അല്ലെ. ആ ശീലങ്ങള്, അതായത് ഇബാദത്തുകൾ തന്നെയാണ്, പക്ഷെ അത് നമുക്കൊരു ശീലമായി മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന കുറെ ഇബാദത്തുകൾ, അതിന് വേണ്ട രീതിയിലുള്ള നല്ലൊരു ഇഖ്ലാസോ നല്ലൊരു നിയത്തോ കൊടുക്കാതെ നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ പ്രവർത്തനത്തിന് ശരിയായ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനത്തിന്റെ അത്ര പ്രതിഫലം കിട്ടൂല. പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് എന്തായി മാറുന്നു? ആദത്തുകളായി മാറുന്നു. അതായത് പതിവ് ചര്യകൾ മാത്രമായിട്ട് മാറുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ ശരിക്കും നമ്മളെ ഹൃദയം ശരിയായ രീതിയിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് നല്ല നിയത്തോടെ ഇഖ്ലാസോടെ ആദത്തുകൾ പോലും ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പതിവ് ചര്യകൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിത എന്താ പറയാ രീതികൾ, രാവിലെ ഉറക്കം എഴുന്നേറ്റ മുതൽ രാത്രി വെരിപ്പിലെത്തുന്നത് വരെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യൂലേ. ബാത്റൂമിൽ പോകും, ബ്രഷ് ചെയ്യും, പിന്നെ കുളിക്കും, പിന്നെ വൃത്തിയാക്കും, അങ്ങനെ വസ്ത്രം ധരിക്കും, ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും, വീട് വൃത്തിയാക്കും, അലക്കും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്ത്രീകൾ, നമ്മള് അല്ലെങ്കിൽ പുരുഷന്മാരായാലും ആരായാലും പതിവായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ആദത്തുകളാണ്. പക്ഷെ ശരിക്കും ഒരു വിശ്വാസിക്ക് അവന്റെ ആദത്തുകൾ പോലും ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കുന്ന പറയുന്നു. അപ്പോ നമ്മള് നമ്മുടെ എന്താ പറയാ അതിശ്രേഷ്ഠമായ അതിമഹത്വമേറിയ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നവനുള്ള പ്രതിഫലം എന്താ പറഞ്ഞത്? നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എന്താണ്? അവന്റെ സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല. അതായത് അവൻ മരണപ്പെട്ടാലേ അവൻ സ്വർഗത്തിലായിരിക്കും. അതാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഗ്ദാനം അല്ലെ. ഈ ഒരു ആയത്ത് എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യുന്നവന് മരിച്ചാൽ അവൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇതിനെക്കാട്ടി വലിയൊരു ഓഫർ നമുക്ക് വേറെ കിട്ടാനുണ്ടാ അല്ലെ. കാരണം നമ്മൾ ഈ ദുനിയാവിന്ന് പാടുപെടുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊന്ന് സ്വർഗം കിട്ടിയാ മതിയില്ലേ, ആ സ്വർഗത്തിലൊന്ന് എത്തിയാ മതി എന്നുള്ള ആ ഒരു മോഹത്തോടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എല്ലാം ക്ഷമിച്ച് സഹിച്ച് അള്ളാഹിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാ? റഹ്മാനായ റബ്ബ് നമുക്ക് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട് അല്ലെ. ഇന്നലിൽ മുത്തഖീന മഫാസ, അല്ലെ, ഒരു വിജയം. ആ വിജയം അല്ലെ, അജ്റുൻ അളീം, അജ്റുൻ കബീർ. ഏറ്റവും നല്ല പ്രതിഫലം, ഏറ്റവും മഹത്വമേറിയ ആ ഒരു സ്വർഗം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയാ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇത് നമ്മളെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന ഒരായത്താണെന്നും ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്നും നമ്മള് ചിന്തിക്കാറുണ്ടോ? ഈ ഒരു ആയത്ത് ഓതുമ്പോ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വരാറുണ്ടോ? എനിക്ക് ഈ ഒരു ആയത്ത് ഓതുമ്പോ എപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വാക്ക് ഏതാണെന്നറിയോ? ലാ തഖുദുഹു സിനത്തും വലാ നൗം. അതെന്നെ ഭയങ്കര
ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു വാക്കാണ്. അതായത് നമുക്ക് ഫസ്റ്റ് മുതലേ പറയാം, എന്നാൽ ഇത് ഞാൻ ജസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ശരിക്കും പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറച്ച് സമയം ഒന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നെങ്കിൽ അപ്പൊ കണ്ണ് ചിലപ്പോ ഇങ്ങനെ മാളിപ്പോ ഉറങ്ങിപ്പോ. ഇപ്പൊ ഖുർആൻ ഓതുമ്പോ പോലെ ചില സമയം കയ്യിൽ നിന്ന് മുസാഫ് ഇങ്ങനെ വീണ് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ ഒരു മയക്കം അല്ലെ, അതുപോലെ ഇപ്പം നമ്മൾ പല അപകടങ്ങളും അറിയുന്നത് വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയൊരു നിമിഷം ഒന്നിങ്ങനെ മയങ്ങി പോകുമ്പോ ഫുള്ളിലെ അപകടം, മൊത്തം ആക്സിഡന്റ് ആയി, അങ്ങനെ എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം അല്ലെ. അത് അത് മനുഷ്യന്റെ ആ ഒരു ദൗർബല്യം. ഒരു ഇത്തിരി അല്ലെ, ഒരു കുറച്ച് സമയം, ഇപ്പൊ രാത്രി സമയങ്ങളിൽ നമ്മൾ ഉറക്കം വിളച്ചു കഴിഞ്ഞാല് പിന്നെ രാവിലെ ഏതെങ്കിലും ഒരു കുറച്ച് സമയം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അല്ലെ? നമ്മളെ കണ്ണ് പൊന്തൂല അല്ലെ, നമ്മളിങ്ങനെ കോട്ടുവായിട്ടോണ്ടിരിക്കും ഉറക്കം വിളക്കുമ്പോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർ ഒരു ഇത്തിരി അല്ലെ, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉറങ്ങിപ്പോയാൽ തന്നെ അവിടെ അപകടം സംഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഈ ലോകങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലെ, സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ക്വാളിറ്റി തന്നെയല്ലേ അത് അല്ലെ. ഒരു നിമിഷം എങ്ങാനും അല്ലെ ആ ഒരു ഉറക്കമോ മയക്കമോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹ്ക്ക് എന്തില്ല, അങ്ങനെ ഒരു ഉറക്കില്ല, അങ്ങനെ ഒരു മയക്കമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമുക്കൊന്നും കൂടി ആയത്തുകളിലൂടെ ഒന്ന് പോകാം. കുറെ മുമ്പ് ഈ ഒരു ആയത്തിനെ 8 ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ച് പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഈ ആയത്തുകള് പിന്നെ ആയിഷന്റെ ക്ലാസ്സിലൂടെയും അതുപോലെ നമ്മളെ അബ്ദുസലാം മോങ്ങ മൗലവിന്റെ ക്ലാസ്സിലൂടെയും ഒക്കെ കേട്ടപ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, സുബ്ഹാനല്ലാഹ്, 28ഓളം പാഠങ്ങൾ ഈ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ ഈ കോളം ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അപ്പം 28ഓളം പാഠങ്ങള് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് കണ്ണോടിക്കാം. വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വിശദമായ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബില് ആയിഷാന്റെ ക്ലാസ് ഉണ്ട്, മൗലവിന്റെ ക്ലാസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അത് 15 പാർട്ടെങ്ങാനായിട്ടുണ്ട് ആയത്തുൽ കുർസിന്റെ ക്ലാസ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ പറയാ, എത്ര തവണ ആയത്തുൽ കുർസിന്റെ ക്ലാസ് കേട്ടവരാണെങ്കിലും ആയത്തുൽ കുർസിന്റെ ക്ലാസ് എപ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് അത്രയും അത്യാവശ്യമുള്ളതല്ലേ അല്ലെ. നമ്മളെ സ്വർഗത്തിന്റെ കാരണം. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം. രാവിലെയും വൈകുന്നേരവും ഇത് ഓതിക്കഴിഞ്ഞാല്, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ഇതാണ്, സംരക്ഷണ കവചമാണല്ലോ, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സുരക്ഷിതത്വം. സുബ്ഹാനല്ലാഹ്. എപ്പോഴും എപ്പോഴും ഇതിനെ നമ്മൾ കൂടെ ചേർത്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ആ ആ ആയത്തുകളിലെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു പാരായണത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ ഫളായിൽ കിട്ടുക. നമ്മളെ സ്വർഗത്തിന് ഇത് കാരണമായി തീരണമെങ്കിൽ നമ്മളെ മനസ്സിൽ
അള്ളാ എന്നുള്ള ഒരു ഇത് വരണം അല്ലെ. സുബ്ഹാനല്ലാ. ഇപ്പൊ നമ്മൾ ഇന്നലെ അസ്മാഉൽ ഹുസ്ന ക്ലാസ്സിൽ അള്ളാഹുവിന്റെ നാമം അൽ മുഹൈമിൻ എന്നുള്ള നാമം കേട്ടു. സുബ്ഹാനല്ലാ അല്ലെ. ശരിക്കും ഓരോ നാമങ്ങളും നമ്മളിങ്ങനെ കേൾക്കുമ്പോ അള്ളാഹുവിനെ നമുക്കിങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ പറ്റുമ്പോ എന്താ പറയാ അള്ളാഹിനെ കുറിച്ചുള്ള ആ ഒരു ഇത് ശരിക്കും ഓരോന്നും നമ്മള് വിശദമായി നമ്മളെ ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. അല്ലാതെ 1000 10,000 ക്ലാസ്സുകൾ നമുക്ക് വെറുതെ കേട്ടിട്ടൊരു കാര്യമില്ല. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതല്ല വെറുതെ ഒരു കേൾവി മാത്രമാണെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെ. അത് ഒരു ചെവിയില് കേട്ട് മറു ചെവിയിലെ പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സിലേക്ക് വരുമ്പോ ഇരിക്കുമ്പോഴൊക്കെ ഒരു ദുആ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായാൽ നല്ലതാണ്. അതായത് റഹ്മാനായ റബ്ബേ അല്ലെ, അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെ എന്റെ ഹൃദയത്തില് സ്വാധീനം ചെലുത്തുന്ന എനിക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ളതാകണേ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താല് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് ഇരുന്ന് പിന്നെ എന്താ പറയാ, ഞാനൊരു ക്ലാസ് കേട്ട് ആയത്തുൽ കുർസിനെ കുറിച്ചാ പറഞ്ഞേ, എന്താ പറഞ്ഞേ, എന്തല്ലോ പറഞ്ഞിനി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആകാൻ പാടില്ല. പറഞ്ഞത് മുഴുവനും ചിലപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അത് നമ്മളെ കഴിവിന് ഭയങ്കര പരിമിതമാണ് അല്ലെ. പക്ഷെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹൃദയത്തിന് സ്വാധീനം ചെലുത്തുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ആ മഹത്വം ഉൾക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലും അല്ലെ നമ്മുടെ പ്രാർത്ഥനകളിലും ആ ഒരു അള്ളാഹുവിന്റെ അളമത്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാന്ത്രികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അല്ലെ. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളിൽ നമ്മൾ ആയത്തുൽ കുർസി ഓതുമ്പോഴായാലും, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുമ്പോഴായാലും, രാത്രി ഉറങ്ങാൻ നേരത്തെ ആയത്തുൽ കുർസി ഓതുമ്പോഴായാലും അവിടെ എല്ലാം നമ്മൾ ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായി പോകാതെ അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അപ്പം നമുക്ക് ആയത്തിലേക്ക് നോക്കാം. അള്ളാഹു അല്ലെ, അള്ളാഹു എന്താണ്? അള്ളാഹു ലാ ഇലാഹ, അവൻ എന്താണ്? ഒരു ഇലാഹുമില്ല അല്ലെ, ഒരു ആരാധനയേ ഇല്ല അവനല്ലാതെ അല്ലെ. ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹില്ല. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അല്ലെ, ഉലൂഹിയത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെയാണ് നമുക്ക് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് തൗഹീദിന്റെ അല്ലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മൾ മനസ്സിലാക്കണം, തൗഹീദാണ് അടിത്തറ അല്ലെ. അതില്ലാതെ ഒന്നും നടക്കൂല, എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതാദ്യം പെർഫെക്റ്റ് ആകണം. ലാ ഇലാഹ ഇല്ലാഹു അല്ലെ. നമുക്കൊരു രക്ഷാധികാരിയായി നമ്മുടെ കാര്യങ്ങളെല്ലാം പിന്നെ കൈകാര്യം ചെയ്യുന്നവനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹി ഇല്ല. അൽ ഹയ്യു അൽ ഖയ്യൂം. സുബ്ഹാനല്ലാഹ്. അൽ ഹയ്യായ അള്ളാഹു. ഈ ഹയ്യ് എന്നുള്ള അല്ലെ ഈ ഒരു നാമം എന്ന് പറഞ്ഞാല് ഇതില് ഏറ്റവും ശ്രേഷ്ഠമായ 2 നാമങ്ങൾ പ്രത്യേകം പറയുന്നത് ഈ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളതാണ്. ഈ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ള ഈ നാമങ്ങള് പരിശുദ്ധ ഖുർആനില് പിന്നെ 3 പിന്നെ സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു ഹയ്യും ഖയ്യൂമും വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ അത് ഒന്ന് ഈ സൂറത്തുൽ ബഖറയില്, പിന്നെ ഒന്ന് സൂറത്തു ആലു ഇമ്രാനില്, പിന്നെ ഒന്ന് സൂറത്തു ത്വാഹയിലാണ്. ഇവിടെ ഈ ഒരുമിച്ച് ചേർന്ന് വന്ന ഈ നാമങ്ങൾ അത് അള്ളാഹുവിന്റെ സമ്പൂർണതയാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം ഹയ്യ എന്നാൽ എന്താണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലെ, ജീവത്തായുള്ളവൻ. ഈ ഹയ്യ എന്നുള്ള ഈ ഒരു സിഫ അതില്ലാതെ പിന്നെ ഒന്നും നടക്കൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. ഹയാത്ത് എന്ന സിഫത്ത് അത്
സമ്പൂർണമായ ഒരു ഹയാത്താണെന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഒരു ഹയാത്ത് എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാനും പോലും പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് അള്ളാഹു എന്താണ്? അള്ളാഹു എന്നെന്നും അല്ലെ ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ സൂറത്തുൽ ഹദീദില് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ ഒരു വാചകം വെച്ചിട്ട് നമ്മൾ രാവിലെ പ്രഭാതത്തില് മറ്റേ പ്രാരംഭ പ്രാർത്ഥനയില് വരുന്നുണ്ട് ല്ലേ? അതുപോലെ രാത്രി കിടക്കാൻ നേരത്തുള്ള ഒരു പ്രാർത്ഥനയിലും ഒക്കെ ഈ കാര്യങ്ങൾ വരുന്നത്. അതായത് അള്ളാഹുവിന്റെ ഒരു പരിപൂർണതയാണ് നമുക്ക് അതിലൂടെ അറിയിച്ചു തരുന്നത്. അതായത് അള്ളാഹുവാണ് എന്ത്? ആദ്യം ഉണ്ടായവൻ ല്ലേ? ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ. അള്ളാഹു ഇല്ലാത്ത ഒരവസ്ഥ ഇല്ലേ ഇല്ല. അപ്പം അതെന്താണ്? സമ്പൂർണമായൊരു ഹയാത്ത് ല്ലേ? അതുപോലെ ഈ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ല്ലേ? ഫാത്തിമ ല്ലേ, ഇത് നീ രാവിലെയും വൈകുന്നേരവും നീ ഇത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മഹത്തരമേറിയ ഒരു പ്രാർത്ഥനയാണത്. ശരിക്കും ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. എനിക്ക് മുമ്പ് പിന്നെ എനിക്കറിയുന്ന ഒരു ഉസ്താദുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് പറയും യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ലാ ഹൗല വലാ ഖുവ ലാ ഹൗല വലാ ഇങ്ങനെ. അപ്പൊ നമ്മള് കളിയാക്കിയിട്ട് ഇങ്ങനെ ഉസ്താദിനെ അയ്യു ഖയ്യൂം എന്ന് പറയും, പിന്നെ ലാ ഹൗല വലാ എന്നും പറയും. അന്നേരം നമുക്കറിയില്ല എന്താണ് ഇത് പറയുന്നത്, നമുക്കറിയില്ല. അതിങ്ങനെ ഒരു വാക്കായിട്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ട് അതിനെന്താ മഹത്വം ഉണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു അവരത്രയും അത് ഉൾക്കൊണ്ടിട്ടായിരിക്കാം അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നല്ലേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അത് രാവിലെ വൈകുന്നേരമുള്ള അദ്കാറുകളിൽ ഈ ഒരു പ്രാർത്ഥന വരുന്നുണ്ടല്ലേ. അത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഈ അത്യുന്നത നാമത്തെ നമ്മളെ മുമ്പിൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം. കാരണം അള്ളാഹിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. അൽ ഖയ്യൂമാണ് അള്ളാഹു അല്ലെ? ഖയ്യൂമാണ്. ഒരു സൃഷ്ടിക്കും പിന്നെ അവകാശപ്പെടാനില്ലാത്ത ഒരു ഇതാണെന്ത്? അൽ ഖയ്യൂം അല്ലെ? സർവനിയന്താവാണ്. സർവനിയന്താവാണ്. പിന്നെ എന്താ പറയാ, സ്വയം നിലകൊള്ളുന്നവനാണ്. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അല്ലെ? എന്നാൽ ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടികൾക്കോ എല്ലാവർക്കും ആശ്രയം ആവശ്യമുണ്ട് അല്ലെ? പിന്നെ എത്ര വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും ഒരാളെ സഹായം ഇല്ലാണ്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇപ്പം തൊഴിൽ ചെയ്യുന്ന ആൾക്ക് തൊഴിൽ ചെയ്യാനുള്ള സ്ഥലം വേണം അല്ലെ? സ്ഥാപനം അല്ലെ എന്തെങ്കിലും വേണം. അപ്പൊ തൊഴിലാളി ഉണ്ടാവും, അവിടെ മുതലാളിയും വേണം അല്ലെ? മുതലാളി ഉണ്ടെങ്കിലല്ലേ തൊഴിലാളി ഉണ്ടാവൂ അല്ലെ? തൊഴിലാളി ഉണ്ടെങ്കിലേ മുതലാളിയും ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുക അല്ലെ? ഭാര്യക്ക് പെണ്ണാവുമ്പോ അവൾക്കൊരു ഇണ വേണം അല്ലെ? ഭർത്താവ് വേണം, അല്ലെങ്കിൽ ഭാര്യ വേണം, അവർക്ക് മക്കൾ വേണം, സഹോദരങ്ങൾ വേണം. അങ്ങനെ 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 ഒരു കുടുംബമാകുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരും എന്താണ്? ആവശ്യക്കാരാണ് അല്ലെ? അല്ലാഹു തആല തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങൾ എന്താണ്? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നമ്മൾ ഫഖീറുകളാണ്. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? നമ്മൾ ഫഖീറുകളാണ്. നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ച് 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 നേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹിനോട് ചോദിക്കുന്നതിന് നമ്മൾ എന്താക്കണ്ട? ഒരു മടിയും കാണിക്കണ്ട അല്ലെ? മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയില്ലേ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കലുണ്ട് അള്ളാഹിനടുത്ത്. കാരണം അത് ഭയങ്കര ഒരു പവർഫുൾ ആയ ഒരു ദുആ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൂസ അലൈഹി ഇസ്ലാം അവിടെ അദ്ദേഹം അല്ലേ ആ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നെ അവരോട് തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ ഒരു മരത്തണലിൽ പോയി ഇരുന്നിട്ട് അള്ളാഹിനോട് പറയണം, അള്ളാഹു നീ ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബേ അല്ലേ? ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അങ്ങേയറ്റത്തെ ആവശ്യക്കാരാണ്. പക്ഷെ നമ്മൾ എന്താണെന്നറിയോ? പിശുക്കന്മാരാണ് ചോദിക്കുന്ന വിഷയത്തില്. നമ്മൾ എത്ര സമയം കണ്ടെത്തുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്? ഈ റമദാനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, സ്വീകാര്യത ഉണ്ട്.
റമദാനിലെ രാവുകൾക്കും പകലുകൾക്കും ശ്രേഷ്ഠത ഉണ്ട് അല്ലെ. എന്നിട്ട് നമ്മള് എത്ര എത്ര സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, എത്ര സമയം ദുആ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്, നമ്മൾ എന്താ ദുആ ചെയ്യാറുള്ളത്, ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കിൽ ഒതുങ്ങി പോകാറുണ്ടോ? നമുക്ക് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അൽ ഹയ്യ് അൽ ഖയ്യൂം, ആ പ്രഭാതത്തിലും പ്രദോഷത്തിലുള്ള ആ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് പഠിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, അല്ലെങ്കിൽ അസ്തഗീസ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, അല്ലെ അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. വളരെ മഹത്വമേറിയ നല്ലൊരു പ്രാർത്ഥനയാണ്. എന്താ അള്ളാഹുവോട് പറയുന്നത്? ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇസ്തിഗാസ, അല്ലെ, ഞങ്ങളെ സഹായിക്കാനും നിന്നെ കൊണ്ടല്ലാതെ വേറൊരാൾക്കും പറ്റില്ല റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കിത്താ അള്ളാഹുവേ, എന്റെ കാര്യങ്ങളിലൊക്കെ നീ ഇസ്ലാഹ് കൊണ്ടുവാ, അല്ലെ. ഇസ്ലാഹ് സാലിഹ്, എന്താ, ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പറയും. കുല്ലഹു, അല്ലെ, മുഴുവൻ കാര്യങ്ങളും. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, എന്താണ്, ഒരു കണ്ണി മട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല അള്ളാഹുവേ, നീ ഏറ്റെടുക്കണേ അല്ലാ. തവക്കുലിന്റെ ഒരു പരിപൂർണതയാണ് അതല്ലേ. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹ്ക്ക് വിട്ടുകൊടുത്താ പിന്നെന്താ, നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞാല് അത് അവൻ, അല്ലെ, ഫഹുവ ഹസ്ബുഹ്, അവൻ തന്നെ മതിയായവനാണ് നമുക്ക് എല്ലാ നിലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലാ തഖുദുഹു, അവനെ പിടികൂടുകയില്ല. എന്ത്? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലെ. സിനത്തുൻ, ഒരു മയക്കം, വലാ നൗം, ഉറക്കം, അല്ലെ. മയക്കം ഉറക്കം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു മയക്കം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അറിയാതെ ഇരുന്നിടത്തൊന്നും അങ്ങനെയെല്ലാം സംഭവിച്ചു പോകുന്ന ഒരു കുഞ്ഞ്, അല്ലെ, ഒരു കണ്ണടച്ചു പോകുന്ന ഒരവസ്ഥ, അതിനാണ് എന്ത് പറയാ? മയക്കം എന്ന് പറയാ. അതുപോലും ആർക്കില്ല? അള്ളാഹുവിനില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ആ ഒരു അളുമത്ത്, അല്ലെ, അള്ളാന്റെ ആ ശ്രേഷ്ഠത നമ്മൾ എത്രമാത്രം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാം. ഈ ഒരായത്ത് പാരായണം ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാരും പിന്നെ ഈ ആയത്ത് പാരായണം ചെയ്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണ്. ഞാൻ പ്രത്യേകം പറയുന്നത്, ആർക്കെങ്കിലും അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ, അതായത് എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠത അറിയാത്തവരോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധ റമദാൻ അത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി കൊണ്ടുവരിക. ജീവിതത്തിൽ അത് മുറുകെ പിടിക്കുക. മറന്നു പോകാതെ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് തന്നെ പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മള് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ശ്രേഷ്ഠമായ 2-3 കാര്യങ്ങളാണ്. ഒന്ന് ആയത്തുൽ കുർസിയും അതുപോലെ അതിന് ശേഷമുള്ള ദിക്റുകൾ, എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വലിയ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ ഒരാളുണ്ട്, അല്ലെ. നമ്മളെ സ്വർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഒരാൾ പച്ച കെട്ടി നിൽക്കുന്നുണ്ട്. കാരണം അവന്, അല്ലെ, അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ട്, എന്തേ, ഞാന് അവരെ വഴി പിഴപ്പിക്കുന്നു. പക്ഷെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്റെ, അല്ലെ, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസ്, എന്താണ്, സച്ചരിതരായ എന്റെ നിഷ്കളങ്ക ദാസന്മാരെ ഒഴികെ അവരെ പിഴപ്പിക്കാൻ കഴിയൂല എന്ന് അള്ളാഹ്ക്കും അറിയാം, ഇബ്ലീസിനും അറിയാം. അപ്പൊ നമ്മൾ ആരാകണം? അള്ളാഹുവിന്റെ നിഷ്കളങ്ക ദാസന്മാരാകണം, അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, അല്ലെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക,
അങ്ങനത്തെ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുമ്പില്ലേ മനസ്സ് തട്ടി പ്രാർത്ഥിക്കും. നമ്മളിത് കുറെ കാണാണ്ട് പഠിച്ചിട്ട് വെറുതെ ചൊല്ലുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി അസ്അലുക ഹുബ്ബക, അള്ളാഹു ഞാൻ നിന്റെ ഇഷ്ടം ചോദിക്കുന്ന അള്ളാഹുവേ. ആ ഇഷ്ടം നമുക്ക് കിട്ടണം അല്ലേ? ആ ഇഷ്ടത്തിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം, പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങളോടുള്ള ഇഷ്ടം, ഇതെല്ലാം നമ്മൾ ചോദിക്കണം. മനസ്സറിഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള വഴി അള്ളാഹ് എളുപ്പാക്കി തരും. നമ്മളെല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം ഒരു പ്രാർത്ഥിക്കുന്നില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് വളരെ ശ്രേഷ്ഠമായ ദുആയാണ്. മറ്റേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത ഒരു ദുആയാണ്. ഇങ്ങനെയുള്ള ദുആകളെല്ലാം നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ഇപ്പം യാ ഹയ്യു യാ ഖയ്യൂം പറഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും എന്താ പറയാ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ മോൾക്കാണ് ഈ ദുആ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവരെ പോലെ കണ്ടില്ലേ ആ ഒരു ദുആ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. ഓരോ പ്രാർത്ഥനകളും നമുക്കുള്ള ആയുധങ്ങളാണ് അല്ലെ? പിശാചിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന, എന്നിട്ട് നമ്മൾ അത് എന്താക്കുന്നില്ല, വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ ആരാ നഷ്ടക്കാര്? നമ്മൾ തന്നെ അല്ലെ? ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടന്മാരാണ്. പൊട്ടന്മാരും പൊട്ടത്തികളും. പണ്ട് സുഹൈർ ചുങ്കത്തറന്റെ പ്രഭാഷണത്തിൽ അധികം വരും ഈ വാക്ക്. അല്ലാഹു അക്ബർ. അങ്ങനത്തെ പൊട്ടന്മാരാകാൻ പാടില്ല അല്ലെ? പൊട്ടത്തികളാകാൻ പാടില്ല. അള്ളാഹു ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അള്ളാഹു തആല പറയുന്നു ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്. അവനാണിത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹ്ക്കുള്ളതാണ്. ലഹു അല്ലെ? ലഹു എന്ന് പറയുമ്പോ ആ ഒരു വാക്കിൽ തന്നെ ഒരു എന്താ പറയാ പരിപൂർണമായ ഒരു ഉടമസ്ഥാവകാശം ഉണ്ട് എന്നാ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരിക്കും അല്ലെ? ഓരോ വാക്കുകൾക്കും അറബിയിലുള്ള പിന്നെ അർത്ഥവിശാലത എന്ന് പറഞ്ഞാല് അത് ഭയങ്കര വിശാലത അല്ലെ? അപ്പൊ പിന്നെ അല്ലെ ആകാശങ്ങളിൽ മുഴുവൻ അല്ലെ, അതുപോലെ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിന്റെയും ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിനാണ് അല്ലെ? ആ റബ്ബ് റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണ് അല്ലെ? ആകാശം എന്താ, ഭൂമി എന്താ? നമ്മുടെ കാഴ്ചയുടെയും അറിവിന്റെയും പരിമിതി വളരെ കുറഞ്ഞതാണ് അല്ലെ? വളരെ കുറഞ്ഞതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ അത്രയും എന്താ പറയാ അതിവിശാലമായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പിന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സാധാരണ രീതിയിലേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. കാരണം എന്താ, നമ്മുടെ ചിന്തകളും അല്ലെ നമ്മളെ അറിവും എല്ലാം എന്താണ്, ഒരു പരിമിതിക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതാണ് അല്ലെ? ഇപ്പൊ ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്ന് പറയുമ്പോ നമുക്ക് നമ്മളെ ആ ഒരു ഇതിനെ കുറിച്ച് നമുക്ക് അറിയുന്നുള്ളൂ അല്ലെ? ശരിക്കും ഉറക്കം മയക്കം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു വിശ്രമമാണ് അല്ലെ? ഒരു ക്ഷീണത്തിൽ നിന്നുള്ള ഒരു വിശ്രമമല്ലേ? പക്ഷെ അള്ളാഹുവിന് എന്തില്ല, അങ്ങനെ ഒരു ക്ഷീണമോ അല്ലെ അങ്ങനെ ഒരു പ്രയാസമോ അള്ളാഹുവിനില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത അള്ളാഹുവിൻ്റെതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം എല്ലാം അല്ലെ? എല്ലാം എന്താണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതിലാർക്കും എന്തില്ല, ഒരു കുഞ്ഞു തരി പോലും അവകാശമില്ല, പങ്കില്ല. നമ്മളെ അള്ളാഹു തആല ഖലീഫമാരാക്കി ഭൂമിയിലേക്ക് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം ആർക്ക് മാത്രമാണ്?
അള്ളാഹ്ക്ക് മാത്രം അല്ലെ. എന്നിട്ടും ല്ലേ ഇത്രയും വ്യക്തമായിട്ട് അള്ളാഹു തആല ഈ ഒരു ആയത്തിൽ തന്നെ ഇത്രയും വിശദമായ രീതിയിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ കഴിവിന്റെയും മഹത്വത്തെയും കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നിട്ടും കേവലം നിസ്സാരമായ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ല്ലേ അവരോട് സഹായം തേടുന്ന എത്ര വിഡ്ഢികളായ മനുഷ്യന്മാര് നമ്മളെ ചുറ്റിലും ഉണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ല്ലേ എത്രയോ എത്രയോ നമ്മളെ പ്രിയപ്പെട്ടവരായ കുറേ ആളുകൾ ഇപ്പോഴും എന്താ പറയാ അന്ധകാരത്തിന്റെ ജാഹിലിയത്തിന്റെ പടുകുഴിയിൽ പെട്ടിട്ട് ല്ലേ ചില എന്താ പറയാ ഉസ്താദന്മാരും മുസ്ലിയാക്കന്മാരും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്ന എന്താ പറയാ അത്രയും മഹാ ഒരു പാപം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളല്ലേ. അന്നും ഇന്നും എന്ന് പറഞ്ഞ പോലെ ചെറുക്കുണ്ട്. ശരിക്കും മുഷ്രിക്കീങ്ങളുടെ ഇതാണെന്ത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും എല്ലാം അവർക്ക് റുബൂബിയത്തിലില്ല അല്ലെ, ഉലൂഹിയത്തിലാണ് അവരെന്താക്കുന്നത്, പിന്നെ പങ്കു ചേർക്കുന്നത്. അത് പാടില്ലാത്തതാണ്. അള്ളാഹു അക്ബർ. ഇന്നത്തെ മുശ്രിക്ക് എന്ന് പറയുന്നത് അല്ലെ അതിനേക്കാളും എന്താ പറയാ കുറച്ചും കൂടി പിന്നെ വീര്യം കൂടിയ ഷിർക്കിലേക്കാണ് മനുഷ്യന്മാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അല്ലാത്തവരെ ഇലാഹുകളാക്കി ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ അവരിലെ നമ്മളെ ഇഷ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, നമ്മളെ കുടുംബങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, ചങ്ങാതിമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ട് ശരിയായ മാർഗത്തിൽ ദീനിന്റെ ശരിയായ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാനും അള്ളാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. എന്നിട്ട് അള്ളാഹു തആല പറയും ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു തആല നമുക്ക് ഈ ഒരു ആയത്തിലൂടെ പറഞ്ഞു തരുന്നു അല്ലേ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി. അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്തുന്നവരായി ആരുണ്ട്? ആരും ഇല്ല എന്നാണ് പറയുന്നത്. അനുവദിച്ചവർക്ക്, അള്ളാഹു അനുവദിച്ചവർക്ക്, അനുവദിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു അനുവദിച്ച പ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള കഴിവോ അവകാശമോ ആർക്കും ഇല്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. ഈ ഒരു വിഷയത്തില് പ്രവാചകന്മാരായിക്കോട്ടെ മലക്കുകളായിക്കോട്ടെ ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. അതായത് ഈ ഒരു വിഷയത്തിലാണ് ഇന്ന് നമ്മുടെ നാട്ടില് പലപ്പോഴും ഭയങ്കരമായ ശിർക്ക് വരുന്നത്. ഈ ഒരു വിഷയത്തിലാണ്. ഇത് ഇത്ര വ്യക്തമായിട്ട് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് പരലോകത്ത് ശുപാർശക്ക് അവസരമുണ്ട്. ഈ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ശുപാർശ? പിന്നെ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി ശുപാർശക്കാരുണ്ട് അല്ലെ. ശഫാഅത്തിന് അള്ളാഹുവിന്റെ അനുമതി എന്താണ്? അത് അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാളും ശുപാർശ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂല. പക്ഷെ ശുപാർശ ചെയ്യാനുള്ള അനുമതി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇതുണ്ട്. പക്ഷെ അത് ആർക്കാ കിട്ടാന്നുള്ളത് നമുക്കറിയില്ല. ഇന്നത്തെ നമ്മുടെ നാട്ടില് എന്താ പറയാ പാമരന്മാരായ വിഡികളായ ആളുകള് പറയും ഇന്ന ആൾക്കാരെ നിങ്ങൾ വലിയകളാക്കി സ്വീകരിച്ചാലേ എന്നാ ഔലിയാന്റെ ആളായി നമ്മൾ മാറിയാല് ആ ഔലിയ നമുക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കാര് അങ്ങനെ പറഞ്ഞുണ്ടാക്കി അതിന്റെ പിന്നാലെ കുറെ മനുഷ്യന്മാര് നടക്കുന്നല്ലേ. അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്ക് അനുവാദം അത് അള്ളാഹു നൽകിയ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകമായതാണ് അല്ലെ. അവിടെ പരലോകത്ത് നടക്കുന്ന ശുപാർശകളിൽ ഏറ്റവും വലിയ ഷഫാഅത്തുൽ കുബ്ര ആരുടേതാണ്? അത് നമ്മളെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ആ ശുപാർശ പോലും ഈ പറഞ്ഞ ഉപാധികളോട് കൂടിയായിരിക്കും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസ് വായിക്കുന്നതിനോടനുബന്ധിച്ച്
മുഴുവൻ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ ഒരുമിച്ച് കൂടി ആ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഭയവിഹ്വലരായിക്കൊണ്ടിരിക്കെ തങ്ങളുടെ കാര്യത്തിൽ വല്ല തീരുമാനം എടുത്തു തരുവാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണമെന്ന് അവരവരുടെ പ്രവാചക പ്രധാനികളായ പലരോടും അപേക്ഷിക്കും. ഓരോ പ്രവാചകനും ഓരോ കാരണം പറഞ്ഞ് തനിക്കതിന് അർഹതയില്ലെന്ന് പറഞ്ഞ് മറുപടി പറയും. അവസാനം ജനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അപ്പോൾ തോന്നിപ്പിച്ചു കൊടുക്കുന്ന സ്തുതികീർത്തനങ്ങളും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്യും. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മുഹമ്മദെ തലയുയർത്തി ചോദിച്ചു കൊള്ളുക, ശുപാർശ ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു ഉത്തരവ് നൽകും. അപ്പോഴായിരിക്കും തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അപേക്ഷ സമർപ്പിക്കുക. അള്ളാഹു ഒരു അതിർത്തി നിശ്ചയിച്ചു കൊടുക്കും. അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയില്ല എന്നൊക്കെയാണ് ആ ഒരു ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നടത്തപ്പെടുന്ന ആ ഒരു ശുപാർശ എന്ന് പറഞ്ഞാല് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ശുപാർശയല്ല. അത് ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനത്തിന് സ്ഥാനമില്ല അല്ലെ. അത് കൃത്യമായ നീതി ന്യായ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബാങ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരാള് ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് ജവാബ് ചെയ്യുകയും അല്ലെ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് പറയുകയും ബാങ്കിന് ശേഷമുള്ള ഒരു ദുആ ആരെങ്കിലും പറഞ്ഞാല് അവന് നാളെ പരലോകത്ത് എന്റെ ശുപാർശ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടാനുള്ള ദുനിയാവിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അതാണ്. എന്താ? എന്നിട്ട് നമ്മൾ എത്ര ആൾക്കാര് ബാങ്ക് അത്രത്തോളം പ്രാധാന്യത്തോടെ അതിനെ കേൾക്കാറുണ്ട്. ശരിക്കും സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ബാങ്ക് കൊടുക്കുമ്പോ ഇല്ലേ, പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹു തആല വിളിക്കുന്ന വിളിയാന്ന് വിചാരിച്ചിട്ട് എല്ലാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ആ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പതുക്കെ ആക്കൂ. ബാങ്ക് ശ്രദ്ധിച്ചിട്ട് മറുപടി പറയാന്ന് പറയുന്നത് അതൊരു ചടങ്ങ് പോലെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലെ. ഇത്രയും പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലെ ആ ബാങ്കിന്റെ കലിമത്തുകള് ആദ്യം പറയുമ്പോ അതുപോലെ പറയാ അല്ലെ, ജവാബ് പറയാ, ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ പറയാ, ബാങ്കിന് ശേഷം നബിന്റെ പേരിൽ ഒരു സ്വലാത്തും അതിന്റെ കൂടെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്നുള്ള ആ ദുആയും പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായും ഖിയാമത്ത് നാളിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നമുക്ക് ലഭിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ വാക്കാണ്. അത് നമ്മൾ ചെയ്യണം. അത് അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ ചെയ്യണം. ഇത്രയും കാലമായിട്ടും ബാങ്കിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഇനിയും സമയം വൈകിയിട്ടില്ല. അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്ന് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, ആയുസ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ളുഹർ ബാങ്ക് മുതൽ ഞാൻ എല്ലാ ബാങ്കും ശ്രദ്ധയോടെ കേൾക്കും, ജവാബ് പറയും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അള്ളാഹു അതിനുള്ള എളുപ്പം എല്ലാവർക്കും നൽകട്ടെ. അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധയോടെ ബാങ്ക് കേട്ട് അതിന് ജവാബ് പറഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ശുപാർശക്ക് നമ്മൾ യോഗ്യരാകണം. ഓരോ കാര്യമില്ലേ നമ്മള് അത് ഓരോന്നും പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലില്ലേ നാളെ നമ്മുടെ മഹ്ശറയിലെ ആ ഒരു അവസ്ഥ ഭയങ്കര എളുപ്പമായിരിക്കും. നേരെ മറിച്ച് നമ്മള് ദുനിയാവെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഏതൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് അവിടെയും ലാഗാവും അല്ലെ. ഇവിടുന്ന് നമ്മള് എത്രത്തോളം ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുന്നു അതുപോലെയാണ് നാളത്തെ നമ്മുടെ അവസ്ഥ ഉണ്ടാകുക. സൂറത്ത് സജദയില്ലേ, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യാതെ കിടക്കാറില്ല എന്ന് പറഞ്ഞ ആ സൂറത്ത് സജദയില് ഒരായത്തുണ്ട്. എന്താന്നറിയോ? وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها. അതായത് അതിനു മുമ്പ് സ്വർഗത്തിന്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് പിന്നെ ദുർമാർഗികളായ ആളുകൾ അവരുടെ സങ്കേതം നരകമായിരിക്കും.
എന്നിട്ട് അവിടെ പറയുന്നത് എന്താ അറിയോ, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഉഈദു ഫിഹ, വീണ്ടും വീണ്ടും നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് മടക്കും. എന്നിട്ട് അവരോട് പറയും വഖീല ലഹും ദൂഖു അദാബൻ നാരി ലദീ കുന്തും തുകദിബൂൻ, നിങ്ങൾ കളവാക്കിയതിന്റെ ഫലമായിട്ട് നിങ്ങൾ ഈ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ അറിയോ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആള് പിന്നെയും പിന്നെയും നരകത്തിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥ അവർക്ക് വരാൻ കാരണം എന്താ അറിയോ, ദുനിയാവില് സൽക്കർമ്മങ്ങൾ ചെയ്യണം 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 എന്ന് ഇങ്ങനെ വിചാരിക്കും, അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം 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 എന്ന് വിചാരിക്കും. പക്ഷെ പിന്നെയും പിന്നെയും നന്മകൾ ചെയ്യാതെ പിന്നെയും പിന്നെയും തെറ്റുകളിൽ മുഴുകി സ്വന്തം ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ പോയി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയായിരിക്കും എന്നാ പറയുന്നത് ഈ നരക അവസ്ഥ. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലെ. അതേപോലെ തന്നെ ആ സൂറത്തു സജ്ദയിൽ തന്നെ അതിന് കുറച്ച് മേലെ അള്ളാഹു താല പറയുന്നുണ്ടല്ലോ, എന്താണ്, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ ഇന്നാ നസീനാക്കും, നിങ്ങള് പിന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഈ ഒരു ദിവസത്തെ നിങ്ങൾ മറന്നത് കാരണത്താൽ നിങ്ങൾ ഈ ഒരു ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. കാരണം എന്താ, ഞാനും നിങ്ങളെയും മറന്നുപോയി, ഇന്നാ നസീനാക്കും, ഞാൻ നിങ്ങളെയും മറന്ന്. നമ്മൾ അള്ളാഹിനെ ഓർമ്മിച്ചാല് ഫദ്കുറൂനി അദ്കുറുക്കും, അല്ലെ. അള്ളാഹ് അങ്ങനെ നമ്മളോട് പറഞ്ഞേ, എന്താ പറഞ്ഞേ, നിങ്ങൾ എന്നെ ഓർക്ക്, ഞാൻ നിങ്ങളെ ഓർക്കാം. നമ്മൾ മറന്നാലോ അള്ളാഹ് നമ്മൾ മറക്കും. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നമ്മള് നമ്മുടെ സ്വർഗത്തിന് വേണ്ട പണിയെടുക്കണം. അപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ നമുക്ക് ലഭിക്കുന്നു പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഇനി ഒരാളും അശ്രദ്ധരായി പോകാൻ പാടില്ല. ഈ പറയുന്ന ഞാനടക്കം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ശ്രദ്ധയോടെ ബാങ്കിനെ ശ്രദ്ധിച്ച് കേൾക്കാനും അതിന് ജവാബ് പറയാനും അതിന് ശേഷമുള്ള ദുആ ചെയ്യാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ആരെങ്കിലും സംശയം ചോദിക്കൂ, ടീച്ചറെ ബാങ്ക് കേൾക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യാ, അല്ലെ, ബാങ്ക് കേൾക്കാത്ത നമ്മളെങ്ങനെയാ ഇതിന് ദുആ ചെയ്യാ പറയാ മറുപടി. കേൾക്കാത്ത ആളുകള് എന്താ പിന്നെ തൽക്കാലം സാഹചര്യം അനുസരിച്ച് ബാങ്കിന്റെ സമയം സെറ്റ് ചെയ്ത് ഫോണിലൊക്കെ ബാങ്ക് സെറ്റ് ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടോ. അല്ലാതെ വേറെ ഉപാധികളില്ലാലോ. ബാങ്ക് കേൾക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അത് കേട്ട് ജവാബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവർ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. കാരണം കേൾക്കാത്ത അവസ്ഥയിൽ പിന്നെ വേറെ വഴിയില്ലാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടോ ഇൻഷാ അല്ലാ. നമ്മള് വീട്ടിൽ തന്നെ ആയാൽ തന്നെ കുറേ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നെങ്കിൽ തന്നെ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ ഫാൻ ഇട്ടിട്ടിരുന്നാലില്ലേ ബാങ്ക് കേൾക്കൂല. സമയമാകുമ്പോ ഫാനെല്ലാം ഒന്ന് ഓഫാക്കി ജനലെല്ലാം ഒന്ന് തുറന്ന് ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇൻഷാ അല്ലാ. അള്ളാഹു എല്ലാ കുഞ്ഞു കുഞ്ഞു സൽക്കർമ്മങ്ങളും നമുക്ക് കൃത്യമായ പിന്നെ ചിന്തയോടെ ഹൃദയം തട്ടിക്കൊണ്ട് തന്നെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പിന്നെ എന്താണ്, മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലേ. അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അല്ലാതെ ഒരാൾക്കും ശുപാർശക്ക് അവകാശമില്ല, അധികാരമില്ല, ഒന്നുമില്ല. ശുപാർശ ചെയ്യാൻ കഴിയണമെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ അനുമതി അത്യാവശ്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കാം. അപ്പം ഒരു ചെറിയൊരു ഇതുണ്ട് അല്ലെ, ശുപാർശക്ക് അവിടെ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ആ ശുപാർശ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി വേണം, അല്ലെ. നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകണം, എന്നാലേ നമുക്ക് അവിടെ കഴിയുമ്പം സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അവരുടെ മാതാപിതാക്കള് സ്വർഗപ്രവേശനത്തിന് കാരണമാകണമെങ്കിൽ ആ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളാകണം. ഇനി മാതാപിതാക്കൾ സ്വർഗത്തിലെത്തി ആ മക്കളെ കിട്ടണമെങ്കിൽ അവര് സ്വാലിഹീങ്ങളാകണം, അല്ലെ. അപ്പൊ നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അല്ലെ. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എല്ലാം അവൻ അറിയുന്നു, അല്ലെ. അതായത് ആകാശഭൂമികളിലുള്ള അല്ലെ അധികാരം അള്ളാഹുവിനുള്ളതാണ്. അതിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഭാവി, ഭൂതം, വർത്തമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തില്ല, അതിന് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അല്ലെ. അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നത്
അത് വിശാലമായ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് അല്ലെ, ഇൽമ്, അള്ളാഹുവിന്റെ ജ്ഞാനത്തെയാണ് എന്താക്കുന്നത്, അവിടെ സ്ഥിരപ്പെടുത്തുന്നത്. നമുക്ക് ബോധം ഉണ്ടാ? ഈ ഒരു ബോധം ഉണ്ടാ നമുക്ക്? നമ്മളെപ്പോഴും ആയതിനെ കുറിച്ച് ഓതുന്ന ആളാണ് അല്ലെ, എന്നിട്ട് നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ടും അല്ലെ, ഫിത്തിന പറഞ്ഞിട്ടും തെറ്റായ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇങ്ങനെ ജീവിക്കുന്നു. എല്ലാം ആരറിയുന്നുണ്ട്? നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ കാര്യങ്ങൾ അറിയുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന, നമുക്ക് ഭക്ഷണവും മറ്റു ഇതും നൽകി അനുഗ്രഹിച്ച നമ്മുടെ റബ്ബ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും. ഒരു പൊട്ടും പൊടിയും ഒന്നും എന്തില്ല, അള്ളാന്റെ അറിവിൽ നിന്ന് അറിയാത്തതായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പൊ ഇങ്ങനെ ഈ ഒരായത്തിൽ നമ്മൾ പറയുമ്പോ അള്ളാന്റെ മഹത്വം നമ്മളെ മുമ്പിൽ ഇങ്ങനെ വലുതായിട്ട് വരണം. അല്ലെ, നമ്മള് ഈ ഭൂമിയിലെ ഒരു കുഞ്ഞു പൊടിയാന്ന്, പൊട്ട് അല്ലേ, അത്രയും ഉണ്ടോന്ന് പറയാൻ കഴിയില്ല ഭൂമിയും. ഇനിയത്തെ ആയത്ത് പറയുമ്പോ അതാണ് അല്ലെ, അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് പറയുമ്പോ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. അതായത് അള്ളാഹു അല്ലെ, അള്ളാഹുവിന്റെ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അവർക്ക് നമുക്ക്, അതായത് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നെന്ന് പറഞ്ഞതിന്റെ കൂടെ നമുക്ക് അള്ളാഹു താല കുറെ കാര്യങ്ങൾ അറിയിച്ചു തരുന്നുണ്ട് അല്ലെ. നമുക്കൊരു ഇൽമുണ്ട്, പക്ഷെ ആ ഇൽമ എന്താണ്? വളരെ പരിമിതമാണ്. അതായത് അള്ളാഹു അവന്റെ അറിവിൽ നിന്ന് നമുക്ക് അറിയിച്ചു തന്നതല്ലാത്തതൊന്നും നമുക്കറിയാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. എന്ത് കാര്യമായിക്കോട്ടെ അല്ലെ, അത് അള്ളാഹു ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്തേക്കുള്ളത് നമുക്ക് കിട്ടാൻ കഴിയില്ല, അറിയൂല. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് അള്ളാഹു അറിയിച്ചു തന്നതല്ലാത്ത യാതൊന്നും നമുക്ക് അറിയൂല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? ഇത് പറയുമ്പോ ഒരു കാര്യം കൂടി പറയാം. നമ്മളെ നാട്ടില് അറിയാൻ പോകുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, ഇപ്പോഴും അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലെ. കുറെ ആളുകൾ ഇപ്പോഴും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് അൽഹംദുലില്ലാ എത്ര റബ്ബിനെ സ്തുതിച്ചാലും മതിയാകൂല അല്ലെ. അൽഹംദുലില്ലാ. നമുക്കിങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചും അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചും ഉലൂഹിയത്തിനെ കുറിച്ചും എല്ലാം ഇങ്ങനെ മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനുള്ള അവസരം നമുക്ക് തന്ന് നമ്മളത് മനസ്സിലാക്കി അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുനിന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഹിദായത്തിന്റെ വഴിയിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്തില്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്ന എത്ര ആൾക്കാരാന്നറിയോ ഈ ഒരു അറിവില്ലാതെ, ഈ യഥാർത്ഥ അറിവ് കിട്ടാതെ ഇപ്പോഴും അല്ലെ ജാറങ്ങളിലും മക്ബറകളിലും പോയി മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോലും പോയി പിന്നെ പൂജകളും വഴിപാടുകളും നടത്തുന്ന ആൾക്കാർ പോലും നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ സത്യം ഉൾക്കൊണ്ട് അതിനെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഈ ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലേ, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഈ പറഞ്ഞതൊന്നും ലഭിക്കൂല. അള്ളാഹിന്റെ ആ ഹിദായത്ത് അള്ളാഹ് നമുക്ക് നിലനിർത്തി തരട്ടെ. വഴി പേച്ചു പോകാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മളെപ്പോഴും ശിർക്കിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ വലാ യുഹീതൂന, അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുത്തതെല്ലാം ആർക്കും അറിയൂല. പക്ഷെ അള്ളാഹിനെക്കാട്ടി അറിവുണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിലരെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളതില്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ എല്ലാവർക്കും നീ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാത്ത എത്ര ആൾക്കാരല്ലേ മുഖം തിരിച്ചു കളയുന്നു. പിന്നെ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താന്ന് വെച്ചാല് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് അള്ളാഹിന്റെ റസൂലിനോട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് അങ്ങനെ ഹിദായത്തിലാക്കാനൊന്നും കഴിയൂല. നമുക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. ഹിദായത്ത് കൊടുക്കേണ്ടത് റബ്ബാണ് അല്ലെ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്.
വസിഅ വിശാലമായിരിക്കുന്നു, കുർസിയുഹു അവന്റെ കുർസി രാജപീഠം അല്ലെ, അസ്സമാവാതി വൽ അർള് ആകാശഭൂമികൾക്ക്, ആകാശഭൂമിയോളം വിശാലമായതാണ് എന്ത് അവന്റെ കുർസി. കുർസിനെ കുറിച്ചൊക്കെ പ്രത്യേകം ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടതായിരിക്കും. എന്നാലും ജസ്റ്റ് പറയാല്ലേ, സാധാരണ നമ്മൾ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്, കസേര എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഇവിടെ പിന്നെ കുർസിനെ കുറിച്ചിട്ട് പിന്നെ ഹദീസുകളിൽ വന്ന കാര്യം എന്താന്ന് വെച്ചാല് രണ്ട് വിധത്തിൽ അഭിപ്രായം പറയാം. അള്ളാഹുവിന്റെ അർശും കുർസി ഒന്നാണെന്നും വേറെ വേറെ ആണെന്നും രണ്ട് വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ കുർസി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാൽപാദങ്ങൾ വെക്കാനുള്ള ഒരു പീഠമാണെന്നാണ്. അർശിന്റെ മഹത്വം അത് നമുക്കറിയില്ല. അത് നമുക്ക് അള്ളാഹു തആല അത് എത്രത്തോളം ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു പറഞ്ഞതിന്റെ ആ ഒരു ഇതിൽ മാത്രം വെക്കാം. ഈ കുർസീന്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് എന്താ അറിയോ, അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച് കുർസി പറയുമ്പോൾ വലിയ മരുഭൂമിയിൽ ഒരു കുഞ്ഞു മോതിരിട്ടാല് എത്രയുണ്ടാകുക അത്രയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ അതിന്റെ വലിപ്പം അത്രയും ഉണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എന്തായിരിക്കും അല്ലെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആകാശഭൂമിയോളം അല്ലെ, ആകാശഭൂമിയോളം വിശാലമായ അതിന്റെ ഉടമസ്ഥനാണ് ആര്, അതിന്റെ സൃഷ്ടാവാണ് ആര്, നമ്മുടെ റബ്ബ്, നിസ്സാരക്കാരനല്ല അല്ലെ. അതുപോലെ ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ, അള്ളാഹുവിന്റെ സിഫത്തുകളുടെ രൂപം, അതായത് നമുക്ക് ഒരിക്കലും ഇന്ന വസ്തുക്കളോട് ഉപമിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ അള്ളാനെ എന്നതുപോലെ എന്നുള്ള രീതിയിൽ പറയാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ലൈസ കമിസ്ലിഹി ഷൈഉൻ അല്ലെ, ഒന്നുമില്ല അവനെ പോലെ. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലെ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് അത് അത്രയും ഖുർആനിന്റെ 1/3 തുല്യമായ അത്രയും പ്രതിഫലാർഹമായ ഒരു സൂറത്തായി മാറിയത് എന്തുകൊണ്ടാ, അവിടെ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അല്ലെ, അള്ളാഹുവിന്റെ ആ സൂറത്ത് തൗഹീദ് എന്ന് പേരുണ്ട് ആ അധ്യായത്തിന്. അത്രയും കുറഞ്ഞ വചനങ്ങളിലൂടെ അള്ളാഹു ആ ഒരു കാര്യം നമുക്ക് അറിയിച്ചു തരുന്നത് കൊണ്ടാണ്. കുർസിയുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. വലാ യഊദുഹു, അതെന്താണ്, അവനക്ക് ഭാരമില്ല, അവനെ ഭാരപ്പെടുത്തുകയില്ല, വിഷമിപ്പിക്കുകയില്ല. ഹിഫ്ളുഹുമാ, എന്ത്, അവ രണ്ടിന്റെയും സംരക്ഷണം. ഏത് രണ്ടിന്റെയും, ആകാശഭൂമികളുടെ സംരക്ഷണം. അത് അള്ളാഹുവിന് ഒരു ഭാരമേ അല്ല. അത് അള്ളാഹ്ക്ക് ഒരു പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല. നമ്മള് ഓരോരുത്തരും അത് മനസ്സിലാക്കുക. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ, അത് അള്ളാഹു പ്രവർത്തിക്കും. അതിനെക്കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അല്ലെ. എല്ലാത്തിന്റെയും എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിനുള്ളതാണ്. പിന്നെ അള്ളാഹ്ക്ക് എങ്ങനെ അത് ഭാരമാകും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് ഒരു വീട്ടിലെ കാര്യം നമ്മളെ ഏൽപ്പിച്ചാല് നമുക്ക് എത്ര പോരായ്മകൾ ഉണ്ട് അല്ലെ. നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നുണ്ടോ? ഒരു കുഞ്ഞു വീട്, ഒരു കുഞ്ഞു വീട്ടിലെ കാര്യം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നുണ്ടോ? എന്തെല്ലാം പോരായ്മകളാണ് നമുക്കുള്ളതില്. അപ്പൊ അള്ളാഹിനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയേ. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന് തസ്ബീഹുകൾ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് മനസ്സ് തട്ടി ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഗുണങ്ങളും അള്ളാഹുവിന് കൊടുത്തുകൊണ്ട് ഒന്ന് ഓർത്തുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്ത് ഓരോ തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ഒക്കെ ആ രീതിയിൽ ചെയ്തു നോക്കിയാട്ടെ, അതിന് ഭയങ്കര ഭാരം കൂടും.
വെയിറ്റ് കൂടും, പ്രതിഫലത്തിന്റെ അളവ് കൂടും. ഒരു ചിന്തയും ഇല്ലാതെ യാന്ത്രികമായി നാവിന് ഒരു വ്യായാമം പോലെ ചെയ്യുന്ന വിക്രുകളെക്കാളും മഹത്വമാണെന്ത്? എല്ലാ അള്ളാഹുവിന്റെ കുദറത്തുകളും ഓർത്തുകൊണ്ട് ഒറ്റൊന്ന് പറഞ്ഞാൽ തന്നെ മതി, അല്ലാഹു അക്ബർ. എന്നിട്ട് എന്താ പറയുന്നത്? വഹുവൽ അലിയുൽ അലീം. അവൻ എന്താണ്? അൽ അലിയാണ് അല്ലെ? അള്ളാഹു അല്ലെ? അള്ളാഹുവിന്റെ ദാത്തിൽ തന്നെ അള്ളാഹു എന്താണ്? അലിയാണ്, ഉന്നതനാണ്, ഉന്നതമാണ്. നമ്മള് വിത്ര നിസ്കാരിക്കുമ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നില്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ആ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അഅ്ലാ, അത്യുന്നതനായ അല്ലെ? അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔന്നത്യം എന്ന ആ ഒരു സിഫത്താണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അലിയുൽ അലീം, അലീമാണ് അള്ളാഹു അല്ലെ? എന്താണ്? ഒരു ചെറിയ തരത്തിലുള്ള ഒരു പരിമിതി പോലും അല്ലെ വരാത്ത അത്രയും പരമപരിപൂർണനായ, അത്രയും ഔന്നത്യവും മഹത്വവും അത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കുമില്ല. നമ്മൾ മറ്റാരെ കുറിച്ചും വലിയ മഹാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താ പറയാ, അതൊക്കെ പരിമിതമായ കഴിവുകളാണ് അല്ലെ? പരിമിതമായ കഴിവുകളും ഇതൊക്കെയാണ്. അള്ളാഹു എന്ന് പറയുമ്പോ അത് അങ്ങേയറ്റത്താണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആർക്കെങ്കിലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചിന്ത വരൂലേ, ഞാൻ അവനേക്കാളും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത, അന്നേരം നമ്മളെ മനസ്സിൽ വരണം എന്ത്? ഇന്നല്ലാഹ കാന അലിയൻ കബീറാ അല്ലേ? അള്ളാഹു ആണെന്ത്? ഏറ്റവും വലിയവനും എല്ലാത്തിനും ഏറ്റവും ടോപ്പ് ലെവല് അല്ലെ? ഏറ്റവും ഉന്നതൻ. അത് അള്ളാഹു മാത്രം. നമുക്ക് അള്ളാഹു തന്ന ഒരു കുഞ്ഞു കഴിവുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാളും വലിയവനാണെന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് അപ്പടെ മാറ്റിക്കളയാം. അതിന് നമ്മളൊരു സ്പേസ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ? അത് ആരുടെ ചിന്തയാണെന്നറിയോ? അത് ഇബ്ലീസിന്റെ ചിന്തയാണ്. ഞാൻ ഓനെക്കാളും നല്ലവനല്ലേ, ഞാൻ ഓളെക്കാളും നല്ലോളല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മളടുത്ത് വരാനേ പാടില്ല. നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ട് അല്ലെ? ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കാനും ആ അള്ളാഹുവിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്തിലൂടെ അല്ലെ നമ്മള് പറഞ്ഞ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ, അതായത് ഒന്നാമത്തെ അള്ളാഹിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്ഥാപിക്കുന്ന, സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും ഒക്കെ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അല്ലെ എന്താണ്, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അള്ളാഹുലേക്ക് തിരിയാ, നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയാം അല്ലെ? നമുക്കെല്ലാം തന്നതും അള്ളാഹുവാണ്, എല്ലാം തിരിച്ചെടുത്തതും അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെതാണ്. അതിൽ നമ്മൾ എന്താക്കേണ്ടതില്ല, കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളടുത്ത് നിന്ന് അള്ളാഹു എന്തെങ്കിലും തിരിച്ചെടുത്തിട്ടുണ്ടോ? അത് ആരതാണ്? അതും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. അതിലും നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കൂടുതൽ പ്രയാസപ്പെടേണ്ടതുമില്ല. അൽഹംദുലില്ലാഹ്, കാര്യങ്ങൾ അല്ലാഹു എല്ലാവർക്കും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടി, കുറച്ച് സമയം അധികമായി പോയി, എന്നാലും ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് നമ്മള് പിന്നെ
ഇപ്പം നൂറുസദരീന്റെ ഭാഗമായിട്ട് ആണല്ലോ ഇപ്പൊ ഈ ദിവസേനുള്ള ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിന്നെ ചെയ്യുന്നത്. അപ്പൊ അതില് ഇപ്പം പിന്നെ റമദാനായിട്ട് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരു മുഹാസബ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാരും ആ ക്വസ്റ്റ്യൻ എല്ലാം എല്ലാരും ശരിക്കും വായിച്ച് മനസ്സിലാക്കി തന്നെയാണോ പിന്നെ ഫില്ല് ചെയ്യാറുള്ളത്? അതല്ല പിന്നെ നമ്മളിങ്ങനെ ഏകദേശം ആ ഒരു സുമാർ അങ്ങ് പിന്നെ ഒരു ക്ലിക്ക് ചെയ്ത് അങ്ങ് പോകലാണോ? കാരണം ഇതിന്റെ മാർക്ക് മറ്റേ എക്സാമിന്റെ ഇതിൽ പരിഗണിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് അത് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു ഓടിച്ചാടി ഒരു തിരക്കിനിടയിലൂടെ അങ്ങനെ പിന്നെ പോകുന്ന ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ ഫസ്റ്റ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആയിഷ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ? വേഗം ഒരു അഞ്ച് വരെയാണ് മാർക്ക്. ഒരു മാർക്ക് 0.5 പിന്നെ അങ്ങനെയാണല്ലോ പോകുന്നത്. അര, 1, 1.5, 2, 2.5 അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ വേഗം തന്നെ എല്ലാവരും പോയിട്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് വേഗം 5 മാർക്ക് അങ്ങ് കൊടുക്കണ്ട കേട്ടാ. ശരിക്കും ചിന്തിക്കാം. ശരിക്കും ചിന്തിക്കാം. പിന്നെ പിന്നെ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാല് ഇതിൽ നമുക്ക് ഏറ്റവും നമ്മൾ ശരിയാകേണ്ട ഒരു മേഖല ഉണ്ടാവല്ലോ, ആ മേഖല നമ്മളൊന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കുക. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കാമായി ഇതെല്ലാം ഇപ്പൊ നമുക്ക് എങ്ങനെയാന്ന്, ഇതൊന്നും നടക്കൂല, ഇതെല്ലാം ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും പിന്നെ ചെയ്യലെല്ലാം എന്താ അല്ലേ? അപ്പോ അങ്ങനെ ചിന്തിക്കാതെ എല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിലെല്ലാം നമുക്ക് നാളെ ഈ മുഹാസബ ഫോമിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതെല്ലാം നാളെ റബ്ബിന്റെ അടുത്ത് നമ്മൾ ഹിസാബ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാ അല്ലെ? ഒരു ഹിസാബ് നാളെ വരാനുണ്ട്. ഹിസാബ് ഇല്ലാതെ അവാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മാത്രം ഉതകുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവവും എല്ലാം നല്ലതാകാൻ അള്ളാഹു നമ്മളെല്ലാരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പോയിന്റ് നോട്ട് ചെയ്തിട്ട് നമ്മളെ മനസ്സുകൊണ്ട് പിന്നെ ഒന്ന് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഇത് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് റമദാൻ മാസം അല്ലെ? ഈ റമദാൻ എന്ന് പറഞ്ഞാല് നന്മകൾക്ക് ഒരുപാട് പിന്നെ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമുള്ള ഒരു മാസം. എത്ര തെറ്റ് ചെയ്യുന്നവനും ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു മാസമാണ് അല്ലെ? കള്ളുകൂടിയനും മറ്റേ എന്താ പറയാ അങ്ങനത്തെ എല്ലാരും അത് നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണല്ലോ. അപ്പൊ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നല്ലൊരു അവസരവുമാണ്. നന്മകൾക്ക് നന്മകൾ സാധാരണ ഇപ്പൊ നമുക്ക് നമ്മളെ തന്നെ അറിയാലോ, സാധാരണ ദിവസങ്ങൾ മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു പിന്നെ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും എല്ലാവരും ഇനിയിപ്പോ ഇന്ന് 16ാമത്തെ നോമ്പായി അല്ലെ? ഇനിയിപ്പോ 2 ആഴ്ച എന്ന് പറയാനില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ആ കുറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്വന്തത്തെ ഒന്ന് ഹിസാബ് നടത്തുക അല്ലെ? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹുവിന് ശുക്ർ അല്ലെ? ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും കാരണങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ ചോദിക്കുന്നു അല്ലെ? എത്രത്തോളം നമ്മൾ ശ്രമിച്ച് ഓരോരുത്തരും ഒന്ന് അതൊന്ന് പിന്നെ ചിന്തിക്കുക. നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ട് അല്ലേ? ഒന്നും വേണ്ട, ഈ നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓക്സിജന്റെ കാര്യം മാത്രം തന്നെ മതിയല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ? രോഗാവസ്ഥയിലുള്ള ഇപ്പൊ രോഗികളെ സന്ദർശിക്കുന്നതിന് ഇത്രയും പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്താ അറിയോ? ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളെ കാണുമ്പോന്ന് നമുക്ക് അള്ളാഹ് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാകും. അന്നേരം നമുക്ക് അള്ളാഹിനെ ഒരുപാട് സ്തുതിച്ചു അല്ലേ? അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുപോലെ അള്ളാഹുവായിട്ടുള്ള മുനാജാത്ത് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാഹിനോട് അഭിപ്രായം ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും അള്ളാഹുവിനോട്
ചോദിച്ച് 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 തന്നെ ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു കാര്യം നമുക്ക് സംഭവിച്ചെന്ന് വിചാരിക്കാം. അന്നേരം അവിടെ നമുക്കത് പ്രയാസമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുനോട് പറയാം, അള്ളാഹുവേ ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസത്തിന് കാരണം ഞാൻ ചെയ്ത എന്തെങ്കിലും പാപമാണെങ്കിൽ അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ. ഇനി എന്റെ ഭാഗത്ത് എന്താണ് വീഴ്ച അത് എനിക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് താ അല്ലാഹ്. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് ആ പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നീ എനിക്ക് താ റബ്ബേ. ഇനി ഇതിൽ ഞാൻ എന്താ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്താ തിരുത്തി ചെയ്യാനുള്ളത് അതിനുള്ള ഹിക്മത്ത് നീ എനിക്ക് താ റബ്ബേ. അങ്ങനെ ഓരോ കാര്യം സംഭവിക്കുമ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അള്ളാഹു ഓരോന്നിനും ഓരോ വഴി നമ്മളെ മുമ്പിൽ അള്ളാഹു തആല തുറന്ന് തരും ഇൻഷാ അള്ളാഹ്. ഈ മുഹാസബ ഫോം ആരും ഒരു നിസ്സാരമായി കാണാൻ പാടില്ല. എപ്പോഴും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്, വേറെ വേറെ ചോദ്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷെ മാർക്ക് കൊടുക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. മനസ്സ് തട്ടിയിട്ട് കൊടുക്കാം. മനസ്സ് തട്ടിയിട്ട് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊടുത്താൽ മതി. ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കാരണം നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തോന്നണം. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താകണം, നെക്സ്റ്റ് അടുത്ത ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ ആവുമ്പോ നമ്മൾ കുറേ നന്നാകാൻ സാധ്യത കൂടുതലാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അള്ളാഹുവേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്നെ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെട്ട, നിന്നെ ഇഷ്ടപ്പെടുന്ന സത്യരതരായ സ്വാലിഹീങ്ങളായ നിന്റെ അടിയാറുകളിൽ അള്ളാഹുവേ, നിന്റെ ഇബാദകളിൽ അള്ളാഹുവേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സമാധാനമടഞ്ഞ മനസ്സിന്റെ ഉടമകളാക്കി അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ മാറ്റിത്തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് ആരോഗ്യം നൽകി, ആയുസ് നൽകി, അറിവ് നൽകി, ഹിദായത്ത് നൽകി. അൽഹംദുലില്ലാ. എല്ലാ സ്തുതിയും നിനക്കാണ് റഹ്മാനായ റബ്ബേ. ഈ ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള സകല വസ്തുക്കളെയും നീ ഞങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചു തന്ന റഹ്മാനായ റബ്ബേ. നീ അല്ലാതെ ഞങ്ങൾക്കൊരു ഇലാഹില്ല അല്ലാഹുവേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ പരിപൂർണമായും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകൾ വന്നു പോകുന്നുണ്ട് റഹ്മാനായ റബ്ബേ. അതെല്ലാം നീ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ നൽകിയതിനെ തടയാനോ നീ തടഞ്ഞതിനെ നൽകാനോ ഈ ദുനിയാവിൽ ഒരാൾക്കും സാധിക്കില്ല അല്ലാഹുവേ. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ട് അല്ലാഹുവേ. അൽഹംദുലില്ലാ. സർവസ്തുതിയും നിനക്കാകണമെന്ന് റഹ്മാനായ റബ്ബേ. ഈ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ആഴത്തിൽ അതിലൂടെ സഞ്ചരിക്കാനും നീ ഞങ്ങൾക്ക് അവസരം നൽകി. അൽഹംദുലില്ലാ. ഈ ഖുർആൻ കൊണ്ട് ഹിദായത്ത് ലഭിച്ച ആളുകളെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും മരണാനന്തരവും ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ആക്കണേ റഹ്മാനെ. നാളെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഖബറുകളിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണാനന്തരം മഹ്ശറാ ലോകത്ത് അല്ലാഹുവേ ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റമളാനും ഖുർആനും ശുപാർശകരായി വരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനായ റബ്ബേ. അത് രണ്ടും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നിലേക്ക് അടുപ്പിക്കുന്ന, നിന്റെ ഇഷ്ടം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും അല്ലാഹുവേ നിന്റെ ദിക്ർ നിലനിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ കൈകാലുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും എല്ലാം നിയന്ത്രിച്ചു നിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിട്ട് അല്ലാഹുവേ
ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് ഞങ്ങളുള്ളത്. റമളാനിലെ വെള്ളിയാഴ്ചയിലാണ് ഞങ്ങളുള്ളത്. അള്ളാഹുവെ, ഈ ദിവസത്തിൽ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ആ ഒരു സമയവും ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നെ കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവെ, മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി പരിശുദ്ധരായ ഹൃദയത്തോടു കൂടി നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. ആശ്വാസം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ മേഖലയിലും അല്ലാഹുവേ നീ ഒരുപാട് ഖൈർ നൽകണേ റഹ്മാനെ. നീ ഒരുപാട് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പരിശുദ്ധ റമളാൻ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളും ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഞങ്ങൾ ചെയ്ത എല്ലാ കുഞ്ഞു കുഞ്ഞു നന്മകളും അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കണേ റഹ്മാനെ. നാളെ നീ വാഗ്ദാനം ചെയ്ത അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായി തീരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. അവരിന്ന് കബറുകളിലാണ് അള്ളാഹു. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ ഒരു പ്രാർത്ഥനയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ അള്ളാഹു അവർക്കും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഈ ഓരോ സൽക്കർമ്മത്തിനും അവർ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ഒട്ടും കുറയാത്ത രീതിയിൽ അവർക്കും നീ അത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അറിവില്ലായ്മയുടെ പേരിൽ തെറ്റുകൾ സംഭവിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അള്ളാഹുവെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. നരകമോചനത്തിന്റെ മാസമായി പരിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും കിടക്കുന്ന അള്ളാഹുവെ എല്ലാവർക്കും രോഗശമനവും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമളാനിൽ അള്ളാഹുവെ അൽഹംദുലില്ലാ നീ ഞങ്ങൾക്ക് ഇത്രയും ദിവസം നോമ്പെടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് റഹ്മാനായ റബ്ബേ. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രാത്രി ധാരാളമായി ഉറക്കമൊഴിഞ്ഞ് ധാരാളമായി നിന്ന് നമസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്ത ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹു. എല്ലാവർക്കും നീ ആശ്വാസം നൽകണേ അല്ലാഹ്. എല്ലാ രാജ്യങ്ങളിലും നീ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ നിർഭയത്വത്തോടെ ജീവിക്കാൻ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാനിൽ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നാവിനെ നിയന്ത്രിച്ച്, കണ്ണുകളെ നിയന്ത്രിച്ച്, സംസാരങ്ങൾ നിയന്ത്രിച്ച്, കൈകാലുകൾ നിയന്ത്രിച്ച് നമ്മൾ ജീവിക്കുന്നു അല്ലാഹുവേ, അതുപോലെ തുടർന്നുള്ള 11 മാസങ്ങളിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇന്നത്തെ ദുനിയാവിന്റെ സാഹചര്യം, ഒരുപാട് തിന്മകൾക്ക് ഒരുപാട് സാഹചര്യങ്ങളുള്ള ഈ നാട്ടിൽ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ ഹിദായത്തിന്റെ വഴിയിൽ, നേർമാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മക്കളുണ്ടായിട്ടും കണ്ണീരൊഴുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അല്ലാഹുവേ. എല്ലാ മക്കൾക്കും നീ നേർമാർഗം കാണിച്ച് ഹിദായത്ത് നൽകി മക്കള് പരലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നീ മാറ്റണേ റഹ്മാനെ. ഇണകളെ ലഭിക്കാതെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കളുണ്ട് അല്ലാഹുവേ. അവർക്ക് നീ അനുയോജ്യരായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നല്ല വീടുകൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവരുടെയും കടബാധ്യതകൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. നിന്റെ ഖജനാവ് അതിവിശാലമായതാണ് അല്ലാഹുവേ. അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك മീറ്റിംഗ് എൻഡ് ചെയ്യേണ്ട ആളെ കാണില്ലല്ലോ അല്ലേ നസീറ മീറ്റിംഗ് എൻഡ് ചെയ്യൂലേ മീറ്റിംഗ് എൻഡ് ചെയ്യാം. ആ